ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 286 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് തന്നെയാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പറയുന്നതും ശ്രീമതി ജിഷ ജയരാജ്, കാഞ്ഞങ്ങാട്, കാസർഗോഡാണ്. ജിഷ, തുടങ്ങിക്കോളൂ. വീഡിയോ ഓൺ ചെയ്തോളെ. ശരി. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാദപത്മങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. മനുഷ്യജീവിയെ പോലെ ജീവിക്കുക. പുസ്തകം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയം കൈവരിക്കാം. അതിനുശേഷം നിങ്ങൾ പഠിച്ചത് മുഴുവനും ഉപയോഗപ്പെടാത്ത നിലയിൽ ഒരു ഉദ്യോഗവും ലഭിച്ചേക്കാം. നിങ്ങൾ പഠിച്ചതും നിങ്ങൾ നയിക്കുന്ന ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾ ആർജിക്കുന്ന വിജ്ഞാനവും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഐക്യം ഉണ്ടായിരിക്കണം. ഈ ത്രിതല ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ജീവിതം നയിക്കാനാകൂ. ഇന്ന് ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയുടെ ഏകത മനുഷ്യനിൽ വളരെ വിരളമായിട്ടേ കാണാനാകുന്നുള്ളൂ. വിദ്യാർത്ഥികളെ, മനുഷ്യജന്മത്തിന്റെ പരമപവിത്രത നിങ്ങൾ മനസ്സിലാക്കണം. ദീർഘകാലം ജീവിക്കുന്ന കാക്കയേക്കാൾ അരയന്നത്തെ പോലെ ഹ്രസ്വവും മഹത്വവുമായ ഒരു ജീവിതം നയിക്കുന്നതാണ് നല്ലത്. സദാ മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടരുത്. എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിക്കുന്നതിന് നിങ്ങളുടെ വിവേചന ശക്തി ഉപയോഗിക്കുക. ഒരുവൻ നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയാൽ നയിക്കപ്പെടുകയും വേണം. ദുർബല നിമിഷങ്ങളുടെ ആവേശത്തിനനുസരിച്ച് പ്രവർത്തിക്കരുത്. എല്ലാ ജീവികളിലുമുള്ള ദിവ്യത്വം നിങ്ങൾ തിരിച്ചറിയണം. ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു, ഈശാവാസ്യമിതം സർവം. പല നാമങ്ങളിൽ പറയപ്പെടുന്നെങ്കിലും ഈശ്വരൻ ഒന്ന് തന്നെയാണ്. നാമങ്ങളുടെ വൈവിധ്യത്തിന് ചില അടിസ്ഥാനം ഉണ്ട്. ഒരു വ്യക്തിയെ തന്നെ പല കൃത്യങ്ങൾ നിർവഹിക്കുന്നതനുസരിച്ച് വിവിധ പേരുകളാൽ അറിയപ്പെടാം. ഈശ്വരനിൽ പൂർണ്ണ ശരണാഗതി എന്ന ആശയം. ഈശ്വരനിൽ ശരണാഗതി അടഞ്ഞിട്ടും തങ്ങളുടെ കഷ്ടതകൾക്ക് അറുതി വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനെ പഴിചാരുന്ന പ്രവണത ആളുകൾക്കുണ്ട്. ഇത് ശരണാഗതിയുടെ ദുരുപയോഗമാണ്. ഒരുവൻ പൂർണ്ണമായും ശരണാഗതനായി കഴിഞ്ഞാൽ പിന്നെ എന്തു സംഭവിക്കുന്നു എന്ന് അയാൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ഈശ്വരനുമായുള്ള ഭേദഭാവം മാറണം. ഭേദഭാവം നിലനിൽക്കുന്നിടത്തോളം ഈശ്വരനെ സാക്ഷാത്കരിക്കാനാവില്ല. ബ്രഹ്മം അനന്തമാണ്. ഏതെല്ലാം രൂപത്തിൽ ഈശ്വരനെ ആരാധിച്ചാലും ആ അർപ്പണം ഈശ്വരനിലെത്തുന്നു. സുഷുപ്ത്യാവസ്ഥയിൽ ഒരുവൻ നാമം, രൂപം, പദവി മുതലായവയെ സംബന്ധിച്ച് ബോധവാനല്ല. സമാധിയാവസ്ഥയിൽ നാമവും രൂപവും നിലനിൽക്കുന്നില്ല. ഭേദബുദ്ധിയും ഇല്ല. സ്നേഹത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ വിചാരമില്ല. ഇഷ്ടാനിഷ്ടാനങ്ങളില്ല. സമാധി ഒരു അബോധാവസ്ഥയാണ്. ഇത് എല്ലാ ഭേദചിന്തകളും
അസ്തമിച്ച ഒരു ഇന്ദ്രിയാതീത അവസ്ഥയാണ്. മനസ്സ് ആത്മാവുമായി ഏകീഭവിക്കുമ്പോൾ ഈ അവസ്ഥ സംജാതമാകും. നിങ്ങളിലെ അന്തർഹിത ചൈതന്യത്തെ മറക്കാതിരിക്കുക. വിദ്യാർത്ഥികളെ, വിവിധ നാമരൂപങ്ങളോടെ അരങ്ങത്തെത്തുന്ന വിവിധ അഭിനേതാക്കളെ പോലെയാണ് നിങ്ങൾ. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഭാഗം അഭിനയിക്കണം. എന്നാൽ നിങ്ങളെ ആത്മസ്വരൂപം നിങ്ങൾ മറക്കുകയും അരുത്. ഏതൊക്കെ ഭാഗം അഭിനയിച്ചാലും നിങ്ങളിലെ ആത്മതത്വം മാറ്റമില്ലാതെ നിലകൊള്ളും. നിങ്ങളിലെ അന്തർഹിത ചൈതന്യം ഒരിക്കലും വിസ്മയിക്കരുത്. കുട്ടികളെ വഴിപിഴച്ചു പോകാൻ അനുവദിക്കുന്നതിന് ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. ആധ്യാത്മിക മാർഗാന്വേഷണത്തിന് വിഘാതമായ ഉപദേശങ്ങൾ നൽകുന്ന രക്ഷകർത്താക്കളുടെ നിലപാടുകൾക്ക് എതിരായി പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. മകനും അവന്റെ ഈശ്വര ഭക്തിക്കും ഇടയിൽ അച്ഛൻ വിഘാതമായി വന്നാൽ മകന് അച്ഛനെ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ലൗകിക കാര്യങ്ങളിൽ മകന് അച്ഛന്റെ ഉപദേശം അനുവർത്തിക്കാം. എന്നാൽ ഈശ്വരനുമായുള്ള ബന്ധം സംബന്ധിച്ച് നിങ്ങളുടേതായ മാർഗം സ്വീകരിക്കേണ്ടതാണ്. വിവാഹവേളയിൽ വധൂവരന്മാർ ധർമ്മേച്ഛ, അർത്ഥേച്ഛ, കാമേച്ഛ എന്നിവ സംയുക്തമായി ആചരിക്കാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ മോക്ഷത്തെ സംബന്ധിച്ച് ഓരോരുത്തർക്കും തങ്ങളുടേതായ മാർഗം സ്വീകരിക്കേണ്ടതാണ്. ഇതിനർത്ഥം ആധ്യാത്മിക മേഖലയിൽ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ്. മീരയെ കൃഷ്ണ മന്ദിരത്തിന് പുറത്ത് റാണ പൂട്ടിയിട്ടപ്പോൾ ഈശ്വരാന്വേഷണത്തിനെ സംബന്ധിച്ച് ഭർത്താവിന്റെ ആജ്ഞ അനുസരിക്കേണ്ടതില്ല എന്ന് തുളസിദാസ് അവരെ ഉപദേശിച്ചു. വിഭീഷണന്റെ കാര്യത്തിൽ രാമനോട് തന്റെ ഭക്തിയെ എതിർത്ത രാവണനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. രാമനോടുള്ള കൂറും ഭക്തിയും ഉപേക്ഷിക്കണമെന്ന് തന്റെ അമ്മയുടെ ആഗ്രഹത്തിന് ഭരതൻ വഴങ്ങിയില്ല. ഈശ്വരനോട് താൻ നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന് എതിർത്ത തന്റെ ഗുരുവിന്റെ ഉപദേശം ബലി ചക്രവർത്തി അവഗണിച്ചു. ഈശ്വരനാണ് എല്ലാവർക്കും മുകളിൽ എന്ന പാഠമാണ് ഈ ആഖ്യാനത്തിലൂടെ മനസ്സിലാക്കുന്നത്. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, ഗുരു തുടങ്ങി എല്ലാവരുടെയും നില ഈശ്വരനു താഴെയാണ്. അത്തരം ബന്ധങ്ങളെല്ലാം താൽക്കാലികവും ക്ഷണികവുമാണ്. ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് സ്ഥിരമായതും മാറ്റമില്ലാത്തതും. ഈശ്വരനിലുള്ള വിശ്വാസം ദൃഢവും അചഞ്ചലവുമായിരിക്കണം. നിങ്ങൾ മനസ്സിന് സ്ഥൈര്യം നേടണം. ചാഞ്ചാടുന്ന മനസ്സുള്ളവർ കുരങ്ങിനേക്കാൾ നികൃഷ്ടനാണ്. 27/5/1992 വൃന്ദാവനത്തിൽ ഭഗവാൻ നടത്തിയ പ്രഭാഷണം. സായിരാം. സായിരാം. നീ അനുഭവം പറഞ്ഞോളൂ. വീഡിയോ ഓഫ് ആക്കട്ടെ. ഓം ശ്രീ സായിരാം. എൻ്റെ എല്ലാ സായി കുടുംബാംഗങ്ങൾക്കും വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ജിഷ ജയരാജ്. ഞാൻ മ്യൂറൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജയരാജ്. അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു. നമുക്ക് ഒരു മകനാണുള്ളത്. മകന്റെ പേര് സായി ഗണേഷ്. മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സമിതി അംഗങ്ങളാണ്. ഞാൻ ഭഗവാനിൽ എത്തിയതിന് കാരണം ജയേട്ടന്റെ കുടുംബം സായി ഭക്തരായിരുന്നു. ജയേട്ടൻ PS ഡ്യൂട്ടിയിലെ 2ാമത്തെ ബാച്ച് മെമ്പർ ആയിരുന്നു. 1998 ജനുവരി 18 നമ്മുടെ വിവാഹം കഴിയുന്നത്. ജയേട്ടൻ ഭഗവാനെ കുറിച്ചും പുട്ടപർത്തിയെ കുറിച്ചും ഡ്യൂട്ടി അനുഭവങ്ങളും ഭഗവാന്റെ പാദ നമസ്കാരം ലഭിച്ചതും ജയേട്ടനോട് ഭഗവാൻ സംസാരിച്ചതുമായ ഒരുപാട് അനുഭവങ്ങൾ എന്നോട് പറയുമായിരുന്നു. അപ്പോഴെല്ലാം പുട്ടപർത്തിയിൽ പോയി ഭഗവാനെ കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ കൃഷ്ണഭക്തയാണ്. സായി ഭഗവാൻ ഒരു അവതാരം എന്ന നിലയിലുള്ള വിശ്വാസം എനിക്ക് ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ ജയേട്ടന്റെ കൂടെ സമിതിയിൽ ഭജനയിൽ പങ്കെടുക്കും. ഭഗവാന്റെ ബുക്കുകൾ ഒരു കഥ പോലെ വായിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് ആഴത്തിലുള്ള ഭക്തി ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മുടെ വിവാഹം കഴിഞ്ഞ വർഷം തന്നെ ഭഗവാനെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും കഴിഞ്ഞു. പിന്നെ പലതവണയായി ഭഗവാന്റെ ദർശനം ലഭിച്ചു.
എൻ്റെ അച്ഛൻ, അമ്മ, അനുജൻ എല്ലാവരും ഭഗവാനെ കാണുകയും അനുഗ്രഹം ലഭിച്ചവരുമാണ്. സായി മോൻ ബാലവികാസ് സ്റ്റുഡന്റ് ആയിരുന്നു. മോനും ഭഗവാനെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും കഴിഞ്ഞിരുന്നു. ഓരോ വർഷവും നമ്മൾ പുട്ടപർത്തിയിൽ ഭഗവത് ദർശനത്തിനായി പോകുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നല്ലതും ചീത്തയുമായ അവസ്ഥയിലൂടെ കടന്നുപോയി. വിഷമഘട്ടങ്ങളിലെല്ലാം വളരെ ലളിതമായി കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെ ഞാനും സായി ഭക്തയായി തീർന്നു. എങ്കിലും ഞാൻ ഭഗവാനുമായി മനസ്സിൽ സംസാരിക്കുമ്പോൾ പറയും, എനിക്ക് ഭഗവാന്റെ ലീലകൾ നേരിട്ട് അനുഭവിക്കണമെന്ന്. എൻ്റെ മനസ്സിൽ നിരന്തരമായ ചിന്ത വന്നതുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളവളാണ് എന്ന് തോന്നിയ നിമിഷമായിരുന്നു 2013 നവംബർ 23 ഭഗവാന്റെ പിറന്നാൾ ദിവസം. അന്ന് നടന്ന സംഭവം ഇങ്ങനെയായിരുന്നു. 2013 നവംബർ 17 സമിതി ഭജന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ പിറന്നാൾ ദിവസത്തെ പരിപാടി നടത്തുന്ന കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. ഭഗവാന്റെ പിറന്നാളിന് മ്യൂറൽ പെയിന്റിംഗ് കൊണ്ട് ഭഗവാനെ വരച്ച് ഭഗവാന് സമർപ്പിക്കണം. പിന്നീട് ഞാൻ മറന്നുപോയി. ഭഗവാൻ എന്നെ വീണ്ടും ആ കാര്യം ഓർമ്മിപ്പിച്ചു. അതായത് ഭഗവാന്റെ ലീലകൾ എനിക്ക് നേരിട്ട് കാണാൻ, അനുഭവിക്കാൻ വേണ്ടിയാണെന്ന് പിന്നീട് എനിക്ക് തോന്നി. 21 വ്യാഴാഴ്ച വൈകുന്നേരം വീട്ടിലുള്ള ഒരു കലണ്ടറിൽ ഭഗവാന്റെ കുറെ ഫോട്ടോ കണ്ടു. അതിലൊരു ഫോട്ടോ എന്നെ വളരെയധികം ആകർഷിച്ചു. എന്നിട്ട് ഞാൻ അത് ക്യാൻവാസിൽ പകർത്തി. വെള്ളിയാഴ്ച രാവിലെ ജോലിയെല്ലാം തീർത്ത് ഭഗവാന്റെ ചിത്രത്തിന് പെയിന്റിങ് ചെയ്യാൻ തുടങ്ങി. ആവുമ്പോഴേക്കും പകുതി കളർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭഗവാന്റെ മുടി വരക്കാൻ തുടങ്ങി. 4 മണി സമയം. ഞാൻ സീറോ ബ്രഷ് കൊണ്ട് ഭഗവാന്റെ ഇടതൂർന്ന മനോഹരമായ ചുരുണ്ട മുടി വരക്കുകയാണ്. പക്ഷെ മുടി എത്ര വരച്ചിട്ടും അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഞാൻ ആകെ വിഷമത്തിലായി. കാരണം എനിക്ക് ഇന്ന് തന്നെ ഭഗവാന്റെ പെയിന്റിങ് കൊടുക്കണം, ഫ്രെയിം ചെയ്യാൻ. എങ്കിൽ മാത്രമേ നാളെ ഭഗവാന്റെ പിറന്നാളിന് അത് സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെയും ഞാൻ ശ്രമിച്ചു. പക്ഷെ മുടി മുഴുവനാക്കാൻ പറ്റുന്നില്ല. എനിക്കാകെ വിഷമമായി. ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് എനിക്കൊരാശയം തോന്നി. എൻ്റെ കൈവിരലിൽ പെയിന്റ് ആക്കിയിട്ട് മുഴുവൻ ആവാത്ത ഭഗവാന്റെ മുടിയിഴകളിൽ വിരലുകൾ കൊണ്ട് പെയിന്റ് ചെയ്ത് മുഴുവനാക്കി. എന്നിട്ട് സീറോ ബ്രഷ് കൊണ്ട് ചുരുണ്ട മുടി പോലെ അതിന് മുകളിൽ വരച്ചു. അങ്ങനെ ചിത്രം പൂർത്തിയാക്കി ഞാൻ ഫ്രെയിം ചെയ്യുന്ന അമ്പിയേട്ടന്റെ ഷോപ്പിൽ വെച്ചിട്ട് ഫ്രെയിം സെലക്ട് ചെയ്തു. അവിടെയുള്ളവർ എല്ലാവരും ചോദിച്ചു ഞാൻ വരച്ചതാണ് എന്ന്. ഞാൻ അതേ എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. ഭഗവാന്റെ ഫോട്ടോ അവിടെ വെച്ചിട്ട് അമ്പിയേട്ടൻ അകത്തു പോയി. ഞാനും ജേട്ടനും അവിടുന്ന് അമ്പിയേട്ടനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഭഗവാനെ അവിടെ ഹാളിൽ വെച്ചത് കൊണ്ട് എനിക്കൊരു വിഷമം. ഭഗവാന്റെ ഫോട്ടോയുമായി ഒരു വല്ലാത്ത അടുപ്പം എൻ്റെ മനസ്സിന് തോന്നി തുടങ്ങി. ജേട്ടനോട് ഞാൻ പറഞ്ഞു, അമ്പിയേട്ടൻ അത് കൊണ്ട് പോവട്ടെ അകത്തേക്ക്, എന്നിട്ട് നമുക്ക് പോകാമെന്ന്. ചേട്ടൻ പറഞ്ഞു പേടിക്കാനില്ല, അമ്പിയേട്ടൻ ഇപ്പോ അകത്ത് കൊണ്ടുവെക്കുമെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഫോട്ടോ അവിടെ തന്നെയുണ്ട്. അത് കാരണം ജേട്ടന്റെ വണ്ടിയിൽ കയറാൻ എനിക്കൊരു വിഷമം. അത് എൻ്റെ ഭഗവാൻ മനസ്സിലാക്കിയിട്ടായിരിക്കണം. അപ്പോൾ തന്നെ അമ്പിയേട്ടൻ വന്ന് ആ ചിത്രം എടുത്ത് അകത്ത് കൊണ്ടുവച്ചു. ഞാൻ അത് കണ്ട് സമാധാനമായി വീട്ടിലേക്ക് പോയി. ഭഗവാന്റെ പിറന്നാൾ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു. അമ്പിയേട്ടന്റെ അടുത്ത് നിന്നും 12 മണിയോടെ എനിക്ക് ഭഗവാന്റെ ചിത്രം ഫ്രെയിം ചെയ്ത് കിട്ടി. സമിതി കൺവീനർ ബാലേട്ടന്റെ അനുവാദത്തോടെ ഭഗവാന്റെ ഫോട്ടോ ഞാൻ സമിതിയിൽ വെച്ചു. ഇപ്പോഴുള്ള നമ്മുടെ DP സതീഷ് സാർ ഭഗവാന്റെ ലീലകൾ സംസാരിക്കുകയായിരുന്നു. ഞാനും അവിടെ ഇരുന്ന് മാഷ് പറയുന്നത് ശ്രദ്ധിച്ചു. അവിടെയുള്ള ഭഗവാന്റെ ഫോട്ടോയിലേക്കും ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് എല്ലാ ഫോട്ടോയിലും മനോഹരമായ മാലകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഞാൻ വരച്ച ഭഗവാന്റെ ഫോട്ടോയിൽ മാത്രം ഒറ്റപ്പെട്ട പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഭഗവാന് ഞാൻ വരച്ചത് ഇഷ്ടമായെങ്കിൽ ആരെങ്കിലും ഒരു പൂവ് വെക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല.
പതിവ് പോലെ എല്ലാവരും ആ ഫോട്ടോ നോക്കിയിട്ട് നീ വരച്ചതാണ് എന്ന് ചോദിച്ചു. അതെ എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. സത്യസായി സംഘടനയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രഭാകരേട്ടന്റെ അമ്മ ശ്യാമളമ്മ എന്നോട് പറഞ്ഞു, മോള് വരച്ച ഭഗവാന്റെ ഫോട്ടോയ്ക്ക് ചുറ്റും വരച്ച പ്രഭാവലയം കൂടുതൽ വലുതാവുന്നത് പോലെ എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നുന്നു. ശ്യാമളമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു അനുഭൂതി. എന്നോട് ശ്യാമളമ്മ പറഞ്ഞ്, ഈ ഫോട്ടോ നമുക്ക് അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞു. ജയേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ പോയി വരൂ, ഞാൻ ഓട്ടോ ആക്കിത്തരാം എന്ന് പറഞ്ഞു. ശ്യാമളമ്മയുടെ അമ്മയുടെ വീട് വെള്ളിക്കോത്താണ്. അവിടെ ഭഗവാന്റെ ഫോട്ടോയിൽ നിന്ന് വിഭൂതി, കുങ്കുമം, വാഗപ്പൊടി ഇവയെല്ലാം ഓരോ ഫോട്ടോയിൽ നിന്നും വരുന്നത് നമ്മൾ ഓരോ ഭക്തരും കണ്ട് അനുഭവിച്ചതാണ്. ബാലാജിയുടെ ഓട്ടോയിൽ ശ്യാമളമ്മയും ഞാനും ശ്യാമളമ്മയുടെ അനുജത്തിയും ഭഗവാന്റെ വരച്ച ഫോട്ടോയും എടുത്ത് വെള്ളിക്കോത്ത് വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് ശ്യാമളമ്മ പറഞ്ഞു, ഭഗവാന്റെ ഫോട്ടോ മോള് തന്നെ പൂജാമുറിയിൽ വെക്കണമെന്ന്. പക്ഷെ എനിക്കൊരു പേടി, എൻ്റെ മനസ്സിൽ വേണ്ടാത്ത കുറെ ചിന്തകൾ. അതിങ്ങനെയായിരുന്നു, അവിടെയുള്ള അധിക ഫോട്ടോയിൽ നിന്നും വിഭൂതി വരുന്നതാണ്. ഞാൻ ഇവിടെ വെച്ചാൽ ഇനി അതിലൊന്നും വരാതിരിക്കുമോ എന്നുള്ള വേണ്ടാത്ത ചിന്തകൾ എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ശ്യാമളമ്മയോട് പറഞ്ഞു, ശ്യാമളമ്മ വെച്ചാൽ മതിയെന്ന്. എന്നിട്ട് ശ്യാമളമ്മ ഒരു വെളുത്ത പേപ്പർ വിരിച്ച് അതിനു മുകളിലായി ഭഗവാനെ വെച്ചു. എന്നിട്ട് പൂജാമുറിയുടെ വാതിലടച്ചു. ആ സമയത്ത് പല ചിന്തകളും എൻ്റെ മനസ്സിൽ വന്നു. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. ശ്യാമളമ്മയും ഞാനും ബാലാജിയും പൂജാമുറിയുടെ അടുത്തായിരുന്നു. ശ്യാമളമ്മയുടെ അനുജത്തി നമുക്ക് വെള്ളം കൊണ്ടുവരാൻ അടുക്കളയിൽ പോയിരുന്നു. ഒരു 3-4 മിനിറ്റ് പൂജാമുറി അടച്ചിട്ടുണ്ടാവും. അടുക്കളയിൽ നിന്നും അനുജത്തി വെള്ളം കൊണ്ടുവരുമ്പോൾ വാതിൽ തുറന്നു. അപ്പോൾ അവരുടെ ഉച്ചത്തിലുള്ള ശ്യാമളേട്ടത്തി എന്ന വിളിയാണ് ഞാൻ കേട്ടത്. എന്തോ സംഭവിച്ചെന്ന് എനിക്ക് തോന്നി. ശ്യാമളമ്മ എന്നെ വിളിച്ചു. മോളെ, ഇതാ നീ വരച്ച ഭഗവാന്റെ ഫോട്ടോയിൽ നിന്നും വിഭൂതി വന്നിരിക്കുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രമാത്രം വിഭൂതി ആ ഫോട്ടോയിൽ വന്നിട്ട് അടർന്ന് വെളുത്ത പേപ്പറിൽ വീണിരിക്കുന്നു. ഞാൻ അത് കണ്ടപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു. സന്തോഷവും സങ്കടവും കൊണ്ട് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ശ്യാമളമ്മ എന്നെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ പറഞ്ഞു, മോൾക്ക് ഇതിൽ കൂടുതൽ ഭാഗ്യം പിന്നെ എന്താണ് വേണ്ടത്? ഭഗവാന്റെ പിറന്നാളായ ദിവസം തന്നെ മോളെ അനുഗ്രഹിച്ചില്ലേ, അതുപോരെയെന്ന്. എനിക്ക് സന്തോഷമായി ശ്യാമളമ്മയെന്ന് ഞാൻ പറഞ്ഞു. ശ്യാമളമ്മ എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ഉമ്മ തന്നു. ഞാൻ സമിതിയിൽ ആദ്യം പോയ അന്ന് മുതൽ ഞാൻ ശ്യാമളമ്മയെ കാണുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ശ്യാമളമ്മ മോളെ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ, പേര് വിളിക്കാറില്ല. ഭഗവാന്റെ ഫോട്ടോയിൽ നിന്ന് വിഭൂതി വരുന്നത് കണ്ട ബാലാജി വളരെ അത്ഭുതപ്പെട്ടു. ഞാൻ ജയേട്ടനോടും അച്ഛനോടും അമ്മയോടും എല്ലാം വിളിച്ചു പറഞ്ഞു. അവർക്കെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് അത്ഭുതമായിരുന്നു. പിന്നീട് ശ്യാമളമ്മയുടെ മകൻ പ്രഭാകരേട്ടനോട് ജയേട്ടൻ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞു. ഭഗവാന്റെ ഫോട്ടോ വരച്ചത് മുതൽ വിഭൂതി വരുന്നത് വരെയുള്ള 14 ഫോട്ടോകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം മീഡിയ വഴി ലോകത്തിലുള്ള എല്ലാ സായി ഭക്തരെയും അറിയിച്ചുവെന്നും എല്ലാ സായി ഭക്തരും എനിക്ക് ആശംസകൾ അറിയിച്ചതായി പ്രഭാകരേട്ടൻ എന്നോടും ജയേട്ടനോടും പറഞ്ഞു. ഭഗവാന്റെ പിറന്നാൾ ദിവസം എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു നിമിഷമാണ് ഭഗവാൻ എനിക്കായി ഒരുക്കിയത്. പിന്നീട് അവിടെ ഭജനയുള്ള സമയത്തും വിശേഷ ദിവസങ്ങളിലും ആ ഭഗവാന്റെ ചിത്രത്തിൽ നിന്നും വിഭൂതി, കുങ്കുമം എന്നിവ വരുമായിരുന്നു. ഒരു സമയത്ത് തന്നെ 3 കളറിൽ കുങ്കുമം വന്നിരുന്നു. ഭഗവാന്റെ മുടിയിൽ റൗണ്ടിൽ 3 സ്ഥലത്തായി കട്ടയായി വളരെ മനോഹരമായി വിഭൂതി വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച ഭഗവാന്റെ ലീലകൾ എൻ്റെ മുന്നിൽ ഭഗവാനിൽ നിന്നും അനുഭവിക്കാൻ പറ്റി. ലോകത്തിന്റെ ഒരു കോണിൽ ജീവിക്കുന്ന എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടില്ലേ? ഭഗവാൻ എന്നെ ഇത്രമാത്രം അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഒരു അവസരം തന്ന വത്സലാമയ്ക്കും എൻ്റെ സായി കുടുംബാംഗങ്ങൾക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ജയ് സായിരാം. വളരെ നല്ല അനുഭവം ജിഷ. വെരി നൈസ്. സായിരാം വത്സലാമ. അപ്പൊ നമുക്ക് സമയമുള്ളത് കൊണ്ട് ഭഗവാന്റെ ഒരു മഹിമ പറയാം. 20 മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ. അതായത് പിന്നെ തമിഴ്നാടിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു ജനറൽ മഹാദേവൻ.
ജനറൽ SP മഹാദേവൻ. അദ്ദേഹവും ഫാമിലി മുഴുവൻ വളരെ വലിയ സായി ഭക്തരായിരുന്നു. അപ്പോ ഭഗവാൻ ആപത് ബാന്ധവായ എന്ന് നമ്മൾ പറയാറുണ്ട്. ഭഗവാൻ ഒരുപാട് നമുക്ക് എല്ലാവർക്കും ആപത്ത് കാലത്ത് ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളത് നമ്മളിൽ ഓരോരുത്തർക്കും അനുഭവമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഒരു ദിവസം സ്വാമി പുട്ടപർത്തിയിലെ വരാന്തയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് സ്വാമി എന്നൊരു വിളി ഉറക്കെ കേട്ടു. ഉടൻ തന്നെ ഭഗവാൻ അവിടെ ഇരുന്നവരോട് പറഞ്ഞു, തമിഴ്നാട്ടിലെ SP-ക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി, പക്ഷെ അവൻ മരിക്കാതെ ഞാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ സ്വാമിന്ന് വിളിച്ചത് ഭാര്യയാണ്. അതായത് അദ്ദേഹം ഹൈദരാബാദിൽ ആയിരുന്ന ഒരു വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബോധശൂന്യനായിട്ട് നിലം പതിച്ചു. ഉടൻ തന്നെ അടുത്തു നിന്ന ഭാര്യ സ്വാമി എന്ന് വിളിച്ച ആ വിളിയാണ് ഭഗവാൻ കേട്ടത്. ആ വിളി കേട്ട ഉടൻ തന്നെ സ്വാമിയുടെ അദ്ദേഹം കണ്ണു തുറന്ന് സുഖം പ്രാപിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാന്റെ കൈപ്പടയിൽ തന്നെ എഴുത്തും വിഭൂതി പ്രസാദവും പഴവർഗ്ഗങ്ങളും അദ്ദേഹത്തിന് സ്വാമി കൊടുത്തയച്ചു. ആ കത്തിൽ സ്വാമി എഴുതിയത് ഇപ്രകാരമാണ്: വൈ ഫിയർ വെൻ ഐ ആം ഹിയർ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ഭക്തർക്ക് വേണ്ടി ഉള്ളപ്പോൾ എന്തിനാണ് ഭയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു സ്വാമി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തില് എത്ര പ്രാവശ്യമാണ് അപകടം ഉണ്ടായിട്ടുള്ള അപ്പോഴെല്ലാം ഭഗവാൻ സംരക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ 1981 പിന്നെ ഒരു ഹൈദരാബാദിലായിരുന്നപ്പോൾ ഒരു സ്കൂട്ടർ ആക്സിഡന്റില് നിന്ന് ഭഗവാൻ രക്ഷിച്ചു. 1985 എയർഫോഴ്സിൽ പൈലറ്റ് ആയിരുന്ന രണ്ടാമത്തെ മകനെ സ്വാമി ഒരു വലിയ എയർ ക്രാഷിൽ നിന്നും രക്ഷിച്ചു. 1980 ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായിരുന്ന അദ്ദേഹത്തിന്റെ മൂത്ത മകനെ സ്വാമി ഒരുപാട് വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ നേരെ വരുന്നുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിനെ രക്ഷിച്ചു. അങ്ങനെ സ്വാമിയുടെ സർവവ്യാപിത്വം, സർവശക്തിത്വം, സർവജ്ഞത്വം എന്നതെല്ലാം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം ശ്രീ മഹാദേവനും ഫാമിലിക്കും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ വിഭൂതി അല്ലാതെ എത്ര വലിയ രോഗം വന്നാലും വേറെ ഒരു മരുന്നും കഴിക്കില്ല. ആ വിഭൂതി മാത്രമേ അവര് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നിഷ്ഠയാണ് അവർക്കുള്ളത്. അതിനനുസരിച്ചുള്ള ഫലം ഭഗവാൻ നൽകുകയും ചെയ്യും. ഒരു മരുന്നും കഴിക്കാതെ വിഭൂതി കൊണ്ട് മാത്രം അവർക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും മാറിയിട്ടുണ്ട്. അതിൽ നിന്നും ഭഗവാൻ ലിവിങ് ഗോഡ്, ലവിങ് ഗോഡ്, അതായത് ജീവിച്ചിരിക്കുന്ന പ്രേമസ്വരൂപനായ ഭഗവാൻ എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ജിഷയുടെ അനുഭവം പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൊച്ചു അനുഭവങ്ങൾ സ്വാമി തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അതിന് നന്ദിയുള്ളവരായിരിക്കണം. അതിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. നമ്മൾ ചിലപ്പോൾ അറിയാതെ അത് സാധാരണ സംഭവിച്ചതാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, എന്ത് സംഭവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജയ് സായിരാം. దైవం ఒక్కడే గురువు. There is only one guru. ఆ గురువు ఎవరు? అది నీవే. Who is that guru? It is yourself. ఆ గురుత్వం అనేటువంటి దైవత్వం నీలోనే ఉంటుంది. నీవెక్కడో బయట ప్రపంచంలో వెతకడానికి ప్రయత్నిస్తున్నావు. That guru in the form of divinity is residing in you, but you are searching for the guru in the outside world. కనుక బ్రహ్మ విష్ణు మహేశ్వర స్వరూపులు నీ యొక్క గుణములే. The Brahma, Vishnu, Maheshwara are the qualities which are embedded in you. కనుక నిన్ను హతం చేసేది కానీ, పోషించేది కానీ, రక్షించేది మన గుణములే. It is these qualities itself which can destroy you or which can lift you up into an elevated state. మన ప్రవర్తనను సక్రమైనటువంటి మార్గంలో పెట్టుకున్నప్పుడు అదే మనకు రక్షిస్తుంది. అదే విష్ణుత్వంగా మారిపోతుంది. If your behavior and conduct is okay, it becomes Vishnutva and gives you protection. పాపమనగ వేరు పరదేశము లేదు, తాను చేయు పనుల తగిలియుండు. Sin does not exist in a separate land by itself.
sin is associated with the type of action that you దేవుడనగా perform. వేరు దేశమందును లేడు, తాను చేయు పనుల తగిలియుండు. God does not dwell in a different country or a nation. God is associated with the type of action that you are doing. పాపము దేవుడు అనేటువంటిది కాదు, ప్రత్యేకంగా ఎక్కడో లేదు. మనం చేసేటువంటి పనులు ఏంది, మన సంకల్పములు ఏంది, అవి ఆయా స్వరూపాన్ని ధరిస్తూ వస్తున్నాయి. Sin or divinity are associated with the type of action that you perform. Good action is associated with divinity, bad with sin. అలాంటి తత్వాన్ని మనం గొప్పగా విశ్వసించాలి. We should believe this in fullness. నా మంచికి నా చెడ్డకి నా ప్రవర్తనే కారణము. For my good or bad, it is my conduct which is responsible. నా అధపతనములకు కానీ నా అభివృద్ధికి కానీ నా గుణములే కారణము. For my destruction or for my good, it is only my behavior which is responsible. కనుక మన గుణములను సక్రమైన మార్గంలో ప్రవేశపెట్టుకోవాలి అనేటువంటి ఒక సమాధానం నీకు నీవే చెప్పుకోవాలి. You have to satisfy yourself and correct yourself that you should always follow good qualities so that your life will be happy. కనుక మన కష్టాలు దూరం చేసుకోవటానికి కానీ సుఖాన్ని సమీపించుకోవటానికి కానీ మన ప్రవర్తన సక్రమైనదిగా ఉంటుండాలి. If you want to free yourself from misery and sorrow and have a happy life, it is your conduct and behavior must be good. ജിഷ ഭജന പാടിക്കോളൂ. സായിരാം. സങ്കടഹരണ ശ്രീ സായി രമണ, സങ്കടഹരണ ശ്രീ സായി രമണ, പങ്കജ ചരണ നമോ നമോ, പങ്കജ ചരണ നമോ നമോ, വേദോധരണ വെങ്കടരമണ, വേദോധരണ വെങ്കടരമണ, ലക്ഷ്മി നാരായണ നമോ നമോ, സായി നാരായണ നമോ നമോ, നമോ നമോ, നമോ നമോ, പങ്കജ ചരണ നമോ നമോ, പങ്കജ ചരണ നമോ നമോ, സങ്കടഹരണ ശ്രീ സായി രമണ, പങ്കജ ചരണ നമോ നമോ, വേദോധരണ വെങ്കടരമണ, വേദോധരണ വെങ്കടരമണ, ലക്ഷ്മി നാരായണ നമോ നമോ, സായി നാരായണ നമോ നമോ, നമോ നമോ, നമോ നമോ, പങ്കജ ചരണ നമോ നമോ, പങ്കജ ചരണ നമോ നമോ. സൈറാം, ജിഷ ഇന്നത്തെ ദിവസം ഭംഗിയാക്കി. താങ്ക് യു സോ മച്ച്. സായി ഉപമ. വാഴയ്ക്കായും പച്ചമാങ്ങയും പഴുപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ വൈക്കോലിലോ ഉണക്കപ്പുല്ലിലോ ഒരു അടച്ച മുറിയിലോ സൂക്ഷിക്കുന്നു. അപ്പോൾ ചൂട് കൊണ്ട് അവ പഴുത്ത് പാകമായി സ്വാദുള്ള പഴമായി തീരുന്നു. അതുപോലെ ഈശ്വരധ്യാനം ശരിയായ ചൂട് നൽകി നിങ്ങളുടെ സ്വഭാവത്തിലും സ്വരത്തിലും മാധുര്യം ഉണ്ടാക്കി തീർക്കുന്നു. അതിനാൽ ഈശ്വരധ്യാനം പരിശീലിക്കുക. ജയ സായിരാം. സമസ്ത ലോക പറഞ്ഞോളൂ. ജയ
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.